NRI അക്കൗണ്ട് തുറന്നു. അപ്പോൾ ഇൻകം ടാക്സിലും ഞാൻ NRI തന്നെയല്ലേ? ഇങ്ങനെ കരുതുന്നവർ ഒരുപാടുണ്ട്. ഇത്ര സിമ്പിൾ ആയിരുന്നെങ്കിൽ നന്നായത്. NRIസിനായുള്ള ഇത്തരം പ്രാക്ടിക്കൽ ഡോക്യുമെന്റ് അവയർനെസ് വീഡിയോസിനായിട്ട് ദി ഡോക്യുമെന്റ് എക്സ്പെർട്ട് ഫോളോ ചെയ്ത് നോക്കൂ. ചെറിയൊരു അവയർനെസ് പിന്നീട് വലിയ കൺഫ്യൂഷൻസ് ഒഴിവാക്കാം. ഒരു കൺസൾട്ടേഷനിനിടയിൽ ഒരു വ്യക്തി വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു, ഞാൻ വർഷങ്ങളായി വിദേശത്താണ്, NRI അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ എൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇനി എന്താണ് സംശയം? ഞാൻ ഒരു ചോദ്യം മാത്രം ചോദിച്ചു, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? അദ്ദേഹം ഉടനെ ചോദിച്ചു, അതിന് ഇതുമായിട്ട് എന്ത് ബന്ധം? ഇവിടെയാണ് പലർക്കും തെറ്റുന്നത്. കാരണം NRI അക്കൗണ്ട് ഉണ്ടെന്നതുകൊണ്ടോ ഫോറിൻ വിസ ഉണ്ടെന്നതുകൊണ്ടോ മാത്രം ഇൻകം ടാക്സ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കാനാവില്ല. ഓരോ ഫിനാൻഷ്യൽ ഇയറിലും നിങ്ങളുടെ സാഹചര്യവും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളും ബാധകമായ ഇൻകം ടാക്സ് റൂൾസും അടിസ്ഥാനമാക്കിയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം നോൺ റെസിഡന്റ് ആയിരുന്ന ഒരാൾ ഈ വർഷവും ഓട്ടോമാറ്റിക്കലി അതേ സ്റ്റാറ്റസ് ആയിരിക്കണമെന്നില്ല. ഈ വിവരം ഒരു NRI സുഹൃത്തിനോ കുടുംബാംഗത്തിനോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യൂ. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനോ ഇൻകം ടാക്സ് സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നതിനോ മുമ്പ് നിങ്ങളുടെ ശരിയായ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉറപ്പാക്കൂ. ഡേയ്സ് എന്ന് കമന്റ് ചെയ്യൂ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന NRI ചെക്ക് ലിസ്റ്റ് അയച്ചു തരാം. ഈ റീൽ എന്റെ പേഴ്സണൽ പ്രൊഫൈലാണ് കാണുന്നതെങ്കിൽ ദി ഡോക്യുമെന്റ് എക്സ്പെർട്ട് ഫോളോ ചെയ്തതിനു ശേഷം ഡേയ്സ് എന്ന് മെസ്സേജ് ചെയ്യൂ.